ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സിനിമയിലെ ആണുങ്ങളോട് കളിച്ചാൽ പണി കിട്ടും. നടന്മാർക്കിടയിൽ ഒരു അപവാദമാണ് ചാക്കോച്ചൻ, റിമ കല്ലിങ്കൽ. മലയാള സിനിമ ഇപ്പോൾ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്. പുരുഷ കേന്ദ്രീകൃത സിനിമയുടെയും അതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളുടെയും രണ്ട് പക്ഷങ്ങൾ സിനിമയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങളും മുൻപും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സിനിമയിലെ ആൺകോമിയുടെ ചൂഷണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സിനിമാ മേഖലയിലെ സ്ത്രീകൾ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പുതിയ സംഘടന തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാളത്തിലെ യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ നടിമാർ സംഘം ചേർന്നത്. പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തുന്ന തങ്ങളുടെ പുതിയ ശ്രമത്തെക്കുറിച്ചും അതിനുള്ള പ്രതികരണത്തെക്കുറിച്ചും ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ റിമ കല്ലിങ്കൽ വ്യക്തമാക്കുകയുണ്ടായി. ആൺകോയ്മയ്ക്കെതിരെ സ്ത്രീകൾ സംഘടിതമായി ഇറങ്ങുമ്പോൾ അത് കരിയറിനെ ബാധിക്കില്ലേ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അഭിമുഖത്തിൽ സമാനമായി ഉയർന്ന ചോദ്യത്തോട് റിമ പ്രതികരിച്ചതും ആ സംശയത്തെ ശരിവയ്ക്കുന്ന തരത്തിലാണ്. മാത്രമല്ല, തങ്ങളുടെ കൂട്ടായ്മ പലരുടെയും കരിയറിനെ ഇതിനകം ബാധിച്ചു തുടങ്ങിയെന്നും റിമ പറയുന്നു. ഈ പുതിയ കൂട്ടായ്മയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലർക്കൊക്കെ റോൾ നഷ്ടപ്പെടുന്നുണ്ട്, ചിലരെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അതിന് ഒളിച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും റിമ പറയുന്നു. സ്ത്രീകളെ ഒറ്റപ്പെടുത്താൻ എളുപ്പമാണ്, കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ വളരെ കുറച്ചുപേരെ ഉള്ളൂവെന്നും റിമ പറയുന്നു. താൻ ചെയ്യാനിരിക്കുന്ന പുതിയ സിനിമ നായിക പ്രാധാന്യമുള്ളതാണ്. അതിൽ നായകനാകാമോ എന്ന് ഒരു നായകനോട് ചോദിച്ചാൽ നായകന് പ്രാധാന്യമുള്ള സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്നായിരുന്നു നടന്റെ മറുപടി. ഇങ്ങനെ പറയാത്ത ഏത് നടനാണുള്ളതെന്നും റിമ ചോദിക്കുന്നു. നായക പ്രാധാന്യമുള്ള സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്ന വാശിയില്ലാത്ത നടനാണ് കുഞ്ചാക്കോ ബോബൻ. അത്തരക്കാർക്കിടയിൽ ഒരു അപവാദമാണ് ചാക്കോച്ചൻ. ആ അർത്ഥത്തിൽ ചാക്കോച്ചൻ ഒരു പ്രതിഭാസമാണെന്നും റിമ കല്ലിങ്കൽ പറയുന്നു. നടന്മാരെ പോലെ ഒരു നിലപാട് നടിമാരും സ്വീകരിക്കണം. സ്ക്രിപ്റ്റുമായി സംവിധായകൻ വരുമ്പോൾ നടിമാർ ചോദിക്കണം, ഇതിലെന്താണ് തനിക്ക് ചെയ്യാനുള്ളതെന്ന്. ഒരു വിലയുമില്ലാത്ത റോളുകൾ ചെയ്യുന്നതിലും ഭേദം ഒന്നും കിട്ടാതെ വീട്ടിലിരിക്കുന്നതല്ലേ എന്നാണ് റിമയുടെ പക്ഷം. റിമ, നിങ്ങൾക്കത് പറയാം, കാരണം നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്ത് കാശ് കൊണ്ടുതരും. പക്ഷേ അങ്ങനെയല്ല മറ്റുള്ള നടിമാർ. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.